ഇതാര്? കരുണനോ? നോ, ഐ ആം കരുണദാസ്. നീ നിന്റെ പേരും മാറ്റി? ചേട്ടനല്ലേ പറഞ്ഞ എന്റെ പഴയ തൊഴിൽ മാറ്റാൻ? മാറ്റി. ഒപ്പം ജാതിയും പുതിയ പേരും സ്വീകരിച്ചു. കരുണദാസ്. എങ്ങനെയുണ്ട്? ചേട്ടൻ പറഞ്ഞാൽ എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടി എന്റെ ഫാദറിനെയും മദറിനെയും വരെ ഞാൻ മാറ്റും. പുരിയില്ലേ? தேவையில்லைன்னு சொல்லும். Can you follow me? നീ ആളങ്ങ് മാറിപ്പോയല്ലോടെ കരുണ. എടാ മദ്രാശിയിൽ നിനക്ക് എവിടെയാ ജോലി? റെയിൽവേയിൽ. റെയിൽവേയിലോ? ആമാ, റെയിൽവേയിൽ ഫുഡ് ഇൻസ്പെക്ടർ. നിന്റെ ചെത്ത് നിർത്താൻ ഞാൻ പറഞ്ഞത് എത്ര നന്നായി. നിനക്ക് നല്ലൊരു ജോലി കിട്ടി. ആമാ. Ai 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 agapi agapai vadai tayir sadam padai tayir sadam padai vadai tayir sadam padai padam sar padai padam. എടാ കരുണ, എടാ കരുണ, vadai നീ അകത്തേക്ക് കയറിയിരിക്കും. മോളിക്കുട്ടിയെ വിളിക്കൂ. എനിക്ക് തിടുക്കമാകുന്നു. ഞാൻ 2 month ലീവ് എടുത്താണ് വന്നിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞാൽ അവളുമായിട്ട് എനിക്ക് മദ്രാസിലോട്ട് മടങ്ങണം. ഇമ്മീഡിയറ്റ് ആയിട്ട് കല്യാണം നടത്താൻ ഞാൻ താലിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി മടക്കം മോളിക്കുട്ടിയെ കൊണ്ട് മാത്രം. ഫാദറിലോ എന്തിനാണ് കരയുന്നത്? എന്താമോ ചോദിച്ചത്? നിയമപ്രകാരമുള്ള അച്ഛൻ എന്തിനാണ് കരയുന്നതെന്ന്. അവൾ നമ്മളെ ചതിച്ചു കരുണ. എന്നെ കാണാത്ത ദുഃഖത്തിൽ എന്തെങ്കിലും കടുങ്കൈ ചെയ്തോ? അതായിരുന്നു ഇതിലും ഭേദം. നിന്റെ ഒഴിവിലൂടെ ചേർത്താൻ വന്ന ഒരു രാമകൃഷ്ണനുമായിട്ട് അവൾ ഒളിച്ചോടിപ്പോയി. ഇപ്പൊ ചേട്ടന് മനസ്സിലായില്ലേ? അവൾക്കിഷ്ടം മൂളി കയറുന്നവനെ ആയിരുന്നു. താഴെ നിൽക്കുന്നവനെ അവൾക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. മോളിക്കുട്ടി, എന്റെ മോളിക്കുട്ടി, ഫിഷ് മോളില്ല. നെക്സ്റ്റ് വൺ. ഓഫ്. ഇഞ്ചക്ഷൻ ഒന്ന് മാറ്റി കൊടുക്കൂ. ഈ മരുന്ന് ഇവിടെ ഇല്ല ഡോക്ടർ. ഐ സി. ഒരു ബോട്ടിൽ എന്റെ അടുത്തുണ്ട്. 3 ഇഞ്ചക്ഷൻ വരും. അത് തീരുമ്പോ ടൗണിൽ നിന്ന് വരുത്താം. യെസ് ഡോക്ടർ. ഇത്രയും സുഖമായിട്ടൊന്ന് സ്മാരടിക്കാൻ പാറിപ്പോലും പറ്റില്ല. എനിക്ക് വയ്യ ഇനി കിടക്കാൻ. 2 ദിവസം കൂടി കഴിഞ്ഞാൽ അമ്മ ഓടിക്കളിച്ചെത്തും. നമ്മുടെ പരിപാടിയൊക്കെ പൊളിയും. നമ്മളിവിടെ വന്നിട്ട് ഈ തീറ്റയും കൂടിയല്ലാതെ കാര്യം നടക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റൂ? നല്ല പ്ലാനിങ്ങോടെ വേണം അതൊക്കെ ചെയ്യാൻ. അല്ല എന്ത് സംഭവിക്കുന്നറിയോ? അത് നോക്ക്, കുളத்தைയും ഉള്ളേണ്ടി വരും. എനിക്കൊന്നും കേൾക്കണ്ട. ഡിസ്പെൻസറിക്കകത്ത് കയറാൻ ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ടൈമിംഗ് ഒന്ന് ശരിയായാൽ മതി. ആ അബ്ദു പോയി വല്ലവരോടും പറഞ്ഞ് വല്ല അബദ്ധവും കാണിക്കോ? അതാ എനിക്ക് പേടി. ആ രേഖയുടെ കാര്യം ഓർക്കുമ്പോഴാണ്. പാവം പെണ്ണ് ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നഴ്സായിരിക്കും. കുപ്പി മാറ്റി.
വാട്ട് ഈസ് ദിസ്? ഇയാൾ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് കമ്പനി കൂടിയിരുന്ന് ആഘോഷിക്കാൻ വേണ്ടിയല്ല. എന്റെ ഡോക്ടറെ, രാവിലെ മുതൽ അവന്റെ അടുത്ത് കുത്തിരുന്ന് ബോറടിച്ചപ്പോ ഒരു തമാശക്ക് വേണ്ടി. തമാശ കാണിക്കാൻ ഇത് ചന്തയോ ബസ് സ്റ്റാൻഡോ ആണോ? ഹോസ്പിറ്റലിൽ ആൽക്കോഹോൾ പ്രൊഹിബിറ്റഡ് എന്ന ബോർഡ് തൂക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. ആവർത്തിക്കരുത്. ഇല്ല, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഗുഡ് ബോയ്. ഡോക്ടറെ, ഇവന്റെ സോക്കടെന്നാന്ന് കണ്ടുപിടിച്ചോ? പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. 2-3 ദിവസം കഴിയുമ്പോ പോവാം. ഒന്നിങ്ങി വരൂ. ആ, സിസ്റ്റർ പൊയ്ക്കോളൂ. യെസ് ഡോക്ടർ. ആ, എന്താ പേര്? ഹരി. ഇന്നെന്താ പരിപാടി? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. വൈകുന്നേരം എന്റെ വീട്ടിലേക്കൊന്ന് വരുമോ? ആ, വരാം. വരാതിരിക്കരുത്. വരൂ. ഇരിക്കൂ. എന്തിനാ ഡോക്ടർ വരാൻ പറഞ്ഞത്? ഉണ്ണിക്ക് എങ്ങനെയുണ്ട് അസുഖം? ഡോക്ടറല്ലേ അത് പറയേണ്ടത്. ഇതിനു മുൻപ് ഉണ്ണിക്ക് ഇങ്ങനെ നെഞ്ചുവേദന ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാ. ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഒന്നുകിൽ ഉണ്ണിക്ക് ഈ രോഗത്തെക്കുറിച്ച് മനസ്സിലായി കാണില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം പറയാതിരുന്നതാണ്. ഉണ്ണിയുടെ നില വളരെ ക്രിട്ടിക്കലാണ്. ഹീസ് എ ഹാർട്ട് പേഷ്യന്റ്. ഉണ്ണിയുടെ ഹൃദയത്തിന്റെ ഒരു വാൽവ് ഡാമേജിലാണ്. ഹൃദ്രോഗമാണെന്ന് വ്യക്തമായിട്ട് അറിയാതെ ആരും ചികിത്സിക്കാറില്ലല്ലോ. ഡോക്ടർ, മൈൻഡ് യുവർ വേർഡ്സ്. എന്താ ഞങ്ങളെ ഭയപ്പെടുത്തുകയാണോ? ഞങ്ങളുടെ ഉണ്ണിക്ക് ഒരസുഖമില്ല. ഇനി ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ ആയുധമെങ്കിൽ അതുകൊണ്ട് അപകടം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും. എല്ലാം എനിക്കറിയാം. എന്നെ തോൽപ്പിക്കാൻ ഉണ്ണിക്കൊരു നെഞ്ചുവേദന. കാര്യം ഇത്രത്തോളം ആകുമെന്ന് നിങ്ങളാരും പ്രതീക്ഷിച്ചിരിക്കില്ല, അല്ലേ? ഒരു ഡോക്ടറെ തോൽപ്പിക്കാനോ ഹോസ്പിറ്റലിൽ നിന്ന് ഓടിക്കാനോ വേണ്ടി രോഗമില്ലാത്ത ഒരാൾക്ക് രോഗമുണ്ടെന്ന് പറയാൻ കഴിയും. പക്ഷേ ഒരു ഡോക്ടർക്കും രോഗമില്ലാത്ത ഒരാളെ ചൂണ്ടി രോഗമുണ്ടെന്ന് പറയാനാവില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഈ കേസിനെ സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും ഞാൻ നിങ്ങളുടെ കയ്യിൽ തരാം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഉണ്ണിയെ കൊണ്ടുപോയി പരിശോധിപ്പിക്കാം. ഡോക്ടർ പറയുന്നത് സത്യമാണോ? ഞങ്ങളുടെ ഉണ്ണിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഡോക്ടർ? ഒരു ഡോക്ടർക്കും രോഗത്തിന്റെ ആഴത്തെപ്പറ്റി അല്ലാതെ ആയുസിന്റെ നീളത്തെപ്പറ്റി പ്രവചിക്കാൻ പറ്റില്ല. ഒരു ബൈപ്പാസ് സർജറി കൊണ്ട് മാത്രമേ ഇതിന് പ്രതിവിധി ഉണ്ടാകുകയുള്ളൂ. വളരെയധികം പണവും ചിലവായേക്കാം. അതുമാത്രമല്ല, പ്രതീക്ഷയും 5% മാത്രം മതി. ഡോണ്ട് ബി സില്ലി. തൽക്കാലം ഉണ്ണിയെ വിവരം അറിയിക്കണ്ട. വെല്ലൂർ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ദൂരെ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങളുടെ ഉണ്ണിക്കില്ല ഡോക്ടർ. ഈ നാട്ടിൽ നല്ലവരായ ഒരുപാട് ആളുകളില്ലേ? അവരുടെ സ്നേഹവും സഹായവും ഉണ്ടെങ്കിൽ ഉണ്ണിയെ നമുക്ക് വെല്ലൂര് കൊണ്ടുപോയി ചികിത്സിക്കാൻ കഴിയും. ഹരി ധൈര്യമായിട്ടിരിക്കൂ. ടൗണിൽ എനിക്ക് പരിചയമുള്ള ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ഞാൻ അദ്ദേഹവുമായി ഒന്ന് കൺസൾട്ട് ചെയ്യട്ടെ. എന്നിട്ട് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം.
എന്താ ഉണ്ണിക്ക് 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 നല്ല സുഖമല്ല. എന്താണ്? ഒരാഴ്ചയായി ഹാർട്ടിന്റെ തകരാറാണെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. കുട്ടി കരയണ്ട. ഉണ്ണിക്ക് ഒന്നുമില്ല. എന്റെ ഉണ്ണിയെ ഈ ലോകത്ത് എവിടെ കൊണ്ടുപോയി ചികിത്സിച്ചാലും വേണ്ടില്ല. എന്റെ ഉണ്ണി രക്ഷപ്പെടണം. എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ ഡോക്ടർ. ചെയ്യണ്ട. കുടുംബത്തിന്റെ മാനം കെടുത്താൻ നടക്കുന്നവളെ ഇനി പുറത്തിറങ്ങിയ കൊന്നുകളെ നിന്നെ. ആ ഏതോ മാറാരോഗം പിടിച്ച് ചാവാൻ കിടക്കുന്ന ആ തെണ്ടിയെ നിനക്ക് കാണാമല്ലേ? അല്ലേടി? അച്ഛാ, ഇവളെ ഇനി തല്ലണ്ട. അവരെല്ലാരും കൂടെ ചേർന്ന് ഇവളെ പറഞ്ഞു മയക്കിയിരിക്കുക. പകരത്തിന് പകരം എന്നോടുള്ള പക വീട്ടാൻ. ഡോക്ടർ വരൂ. ഉണ്ണിയെ എന്നാ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്? 10-ാം തീയതി രാവിലെ. ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർ, ഉണ്ണിയുടെ മരണത്തോടെ ഡോക്ടർ ആകെ അപ്സെറ്റ് ആയിരിക്കുക. ട്രീറ്റ്മെന്റ് ഇരിക്കുമ്പോ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു രോഗി മരിക്കുന്നത്. അവനൊരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. എല്ലാരും കൂടെ വെല്ലൂർക്ക് കൊണ്ടുപോകാനിരിക്കുകയായിരുന്നു. ഞാനും കുറെ സഹായങ്ങൾ ചെയ്യാമെന്ന് ഏറ്റിരുന്ന പാവം ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനൊരു വിധി. മാതാപിതാക്കൾ ചെയ്യുന്ന തെറ്റിന്റെ ഫലം മക്കൾ അനുഭവിക്കാതിരിക്കില്ല. എന്റെ മകൾ ഹൃദയം പൊട്ടിയൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഈ അമ്മയ്ക്ക് എത്ര ആശ്വാസമാകുമായിരുന്നു. വാ മോളെ, വാ. ഇത്രയും ചെറുത്താന്മാർ നിറഞ്ഞ ലോകത്ത് നല്ലവനിൽ നല്ലവനായ നമ്മുടെ ഉണ്ണിയെ മാത്രം പടച്ചോൻ തിരിച്ചു വിളിച്ചു കളഞ്ഞല്ല. ഗീതയിലും ബൈബിളിലും ഖുറാനിലും പറയുന്ന ഒന്ന് തന്നെയാണ്, തമ്പുരാൻ ആരോട് കൂടുതൽ പ്രിയം തോന്നുന്നു അവരെ ആദ്യം വിളിക്കും. നിങ്ങളുടെ അത്രയും പഠിപ്പും വിവരമൊന്നും എനിക്കില്ല. ഈ ഗ്രാമത്തിലൂടെയും പുഴയോരത്തിലൂടെയും ഒക്കെ മനസ്സിൽ തോന്നുന്നതെല്ലാം കാട്ടി നമ്മൾ കളിച്ചു നടന്നിരുന്നപ്പോ ജീവിതത്തെപ്പറ്റി ഞാൻ ഇത്രയും ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോ എന്തൊക്കെയോ മനസ്സിലാക്കുന്നു. അവൻ ആശുപത്രി കിടക്കുമ്പോൾ അടുത്തായി മാസികയിൽ പ്രസിദ്ധീകരിക്കാനുള്ളതാണെന്ന് പറഞ്ഞു ഒരു കവിത എന്നെ ചൊല്ലിക്കേൾപ്പിച്ചു. ഒറ്റയ്ക്ക് പറക്കുന്ന ഒരു പക്ഷിയെ പറ്റി. അത് അവനായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ലടാ.